സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന അനിശ്ചിതകാല സമരം ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ആശമാർ. 27-ന് ആലപ്പുഴ, മലപ്പുറം ജില്ലകളിലും 28-ന് കോഴിക്കോടും സമരം നടത്തും. ആശമാരെ ചിലർ വ്യാമോഹിപ്പിച്ച് സമരത്തിന് ഇറക്കിയതാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം പറഞ്ഞു. ഇതിന് പിന്നിൽ അരാജക സംഘടനകളാണെന്നും സമരത്തെ തള്ളി ദേശാഭിമാനി ലേഖനത്തിൽ അദ്ദേഹം ആരോപിച്ചു. രാവെന്നോ പകലെന്നോ ഇല്ല, വെയിലെന്നോ മഴയെന്നോ ഇല്ല. സർക്കാർ കണ്ണു തുറക്കണം, ആവശ്യങ്ങൾ പരിഗണിക്കണം. ഇതുമാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം. എന്നാൽ 15 ദിവസം പിന്നിടുമ്പോഴും സർക്കാർ മൗനത്തിലാണ്. ഇതോടെയാണ് സമരം വ്യാപിപ്പിക്കാൻ ആശമാർ തീരുമാനിച്ചത്. ഞങ്ങൾ 2700 പേരുടെ അവകാശം ചോദിക്കാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ആരുടെയും ഒരു പിന്തുണയോ ഞങ്ങൾക്കില്ല. സമരം ഓൾറെഡി കേരളം മൊത്തം വ്യാപിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളിപ്പം ജില്ലകളിലേക്ക് സമരം വ്യാപിപ്പിക്കുകയാണ്. നമ്മുടെ സമരത്തിന്റെ പ്രധാന കേന്ദ്രം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെയാണ്. എങ്കിലും ജില്ലകളിൽ ഇപ്പോൾ 27-ാം തീയതി നമ്മൾ ആലപ്പുഴയിലും മലപ്പുറത്തും ജില്ലാതലത്തിലുള്ള പരിപാടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോഴിക്കോട് 28-ാം തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ജില്ലകളിലേക്കും നമ്മൾ സമരം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സമരത്തിന് പിന്നിൽ അരാജക സംഘടനകളാണെന്ന് ആരോപിച്ച് ആശാവർക്കർമാരുടെ സമരത്തെ CPM തള്ളി. ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് നടത്തുന്ന സമരമാണിതെന്ന് എളമരം കരീം ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. എന്നാൽ പാർട്ടി പത്രത്തിൽ ലേഖനം എഴുതിയാൽ ആളുകൾ അംഗീകരിക്കാൻ തയ്യാറാകില്ലെന്നായിരുന്നു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള K. മുരളീധരന്റെ മറുപടി. അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അതും ദേശാഭിമാനിയാണ്, അധികാരം വഹിക്കില്ല. അതുകൊണ്ട് ആ വായിക്കാത്ത കാര്യം ഇനി നാട്ടുകാരെ മുഴുവൻ നമ്മൾ അറിയിക്കേണ്ട എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വിവിധ സംഘടനകൾ ഐക്യദാർഢ്യവുമായി എത്തിയിട്ടും സമരം ദേശീയ ശ്രദ്ധ നേടിയിട്ടും സർക്കാർ തുടർ ചർച്ചകൾക്കുള്ള സാധ്യത ഇനിയും തുറന്നിട്ടില്ല. മീഡിയ 1 തിരുവനന്തപുരം.